നമസ്കാരം. ജനസേവ 2.0 യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും താഴെ കാണുന്ന ബെൽ ബട്ടൺ അമർത്താനും ശ്രദ്ധിക്കുമല്ലോ. പട്ടികജാതി വിദ്യാർത്ഥികൾക്ക് കേന്ദ്ര പിന്തുണയോടെ സംസ്ഥാന സർക്കാരിൻ്റെ നൈപുണ്യ പദ്ധതി തുടർന്ന് മുൻനിര ടെക് കമ്പനികളിൽ നിയമനം. അധംസ്ഥിത സമൂഹത്തിൽ നിന്ന് 10 BA-ക്കാരെ കണ്ട ശേഷം മരിക്കാനാണ് എൻ്റെ ആഗ്രഹം. അയ്യങ്കാളി ഈ സ്വപ്നം കണ്ട കാലത്ത് നിന്ന് നാം ഏറെ മുന്നേറി. എങ്കിലും വെല്ലുവിളികളേറെയാണ്. പുതിയ കാലം ആവശ്യപ്പെടുന്നത് പുതിയ ശേഷിക നൈപുണ്യങ്ങളുമാണ്. അത് തിരിച്ചറിഞ്ഞ് പട്ടികജാതി പട്ടികവർഗ ക്ഷേമ വകുപ്പ് ആവിഷ്കരിച്ച പരിശീലന പദ്ധതിയിൽ 120 പേരുള്ള ആദ്യ ബാച്ച് ഇതാ പുറത്തിറങ്ങിയിരിക്കുന്നു. ഏറ്റവും നൂതനമായ തൊഴിൽ അധിഷ്ഠിത പരിശീലനം നേടിയവർ. എന്താണ് പദ്ധതി? കേന്ദ്ര സർക്കാരിൻ്റെ PM അജയ് പ്രധാനമന്ത്രി അനുസൂചിത് ജാതി അഭ്യുദയ് യോജന പദ്ധതിയുടെ ഭാഗമായുള്ള പരിശീലന കേരള ഡിജിറ്റൽ സർവകലാശാലയുമായി ചേർന്നാണ് നൽകുന്നത്. പഠന ചെലവ് കേന്ദ്ര സർക്കാർ വഹിക്കും. യാത്ര, താമസം, ഭക്ഷണം എന്നിവയ്ക്കുള്ള ചെലവ് സംസ്ഥാന സർക്കാരും വഹിക്കുന്നു. പരിശീലനം ഏത് മേഖലയിൽ? ബ്ലോക്ക് ചെയിൻ, PCB, ഡിസൈൻ, സൈബർ സെക്യൂരിറ്റി മേഖലകളിലാണ് നിലവിൽ പരിശീലനം. സൈബർ സെക്യൂരിറ്റി തിരഞ്ഞെടുക്കുന്നവർക്ക് അനലിറ്റിക്സ്, ഫോറൻസിക് വിഭാഗങ്ങളിലെ പഠനം നടത്തുകയും ചെയ്യും. 6 മാസം ക്ലാസ് റൂം ലാബ് പഠനവും തുടർന്നുള്ള 6 മാസം വരെ മുൻനിര കമ്പനികളിൽ ഇന്റേൺഷിപ്പുമാണ്. എന്താണ് മാനദണ്ഡം? ബ്ലോക്ക് ചെയിൻ, സൈബർ സെക്യൂരിറ്റി കോഴ്സുകൾക്ക് യോഗ്യത BSc, BTech, ഇതിൽ തന്നെ ബ്ലോക്ക് ചെയിൻ മാത്സ് 1 വർഷമായി പഠിച്ചിരിക്കണം. PCB ഡിസൈൻ കോഴ്സിന് ഇലക്ട്രോണിക്സ്, ഫിസിക്സ് പശ്ചാത്തലമുള്ള ബിരുദാൾക്കാണ് ഇനി മുതൽ പ്രവേശനം. ജാതി തെളിയിക്കുന്ന രേഖ സഹിതമാണ് അപേക്ഷ അയക്കേണ്ടത്. തുടർന്ന് ഓൺലൈൻ അഭിമുഖവും ഓഫ്ലൈൻ രേഖകളും സൂക്ഷ്മ പരിശോധനയും. പുതിയ ബാച്ചിലേക്ക് സെപ്റ്റംബർ 10 വരെ അപേക്ഷിക്കാം. വെബ്സൈറ്റ് duk.ac.in/skills. പ്ലേസ്മെൻറ്റ് എവിടെ? TDS, നെസ്റ്റ് ഡിജിറ്റൽ എക്സ്പെൻഷൻ, സിംപ്ലിഫൈ ഇന്നൊവേഷൻ ഇൻക്യുബേറ്റർ, സ്പേസ് കോൺ, സോൾവേസ് തുടങ്ങിയ സ്ഥാപനങ്ങളിലാണ് ആദ്യ ബാച്ചിലുള്ളവർക്ക് നിയമനം ലഭിച്ചത്. 60% പേർക്കും പ്ലേസ്മെന്റായി. 50,000 പേർക്ക് ഇത്തരത്തിൽ പരിശീലനം നൽകുകയാണ് വകുപ്പിന്റെ ലക്ഷ്യം. പട്ടികവർഗ വിദ്യാർത്ഥികൾക്കുള്ള പരിശീലന പദ്ധതികളും ആലോചനയിലുണ്ട്. ഈ പദ്ധതി പ്രകാരം രാജ്യത്ത് തന്നെ പരിശീലനം പൂർത്തിയാക്കിയ ബാച്ച് കേരളത്തിലാണ്. OR കേളു പട്ടികജാതി പട്ടികവർഗ ക്ഷേമ മന്ത്രിയാണ്. BTechന് ശേഷം എന്തെന്ന ആലോചനയിൽ നിൽക്കുമ്പോഴാണ് ഈ ബ്ലോക്ക് ചെയിൻ പ്രോഗ്രാമിനെ കുറിച്ച് അറിയുന്നത്. മികച്ച പരിശീലനമാണ് ലഭിച്ചത്. TV അഞ്ജിത ആദ്യ ബാച്ച് വിദ്യാർത്ഥി പ്ലേസ്മെന്റായി. ഈ കാര്യങ്ങൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക. ഇത് എല്ലാവർക്കും ഉപകാരപ്പെടട്ടെ.